കോയമ്പത്തൂരിൽ കനാർ നിർമ്മാണത്തിനിടെ വീടുകൾ തകർന്നു വീണു. രത്തിനപുരത്തെ സമ്പത്ത് സ്ട്രീറ്റിലാണ് സംഭവം. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഈ വീട്ടിൽ ആളുണ്ടായിരുന്നോ? ഹാഷ്മി, വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി ഇവിടെ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ രത്തിനപുരത്ത് സംഗനൂർ കനാൽ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഹഡ്കോ കോളനി, ആ കോളനിയിൽ താമസിക്കുന്നവരെ 2 ആഴ്ചയായി ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിരുന്നു. ഇവരിൽ പലരും അനധികൃതമായി ഇവിടെ കുടിയേറി പാർത്തവരാണ് എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കനാലിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ ബലം കൂട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഡ്രഡ്ജിംഗ് തുടങ്ങിയതിന് പിന്നാലെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ 2 വീടുകൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആളുകളെയൊക്കെയും മാറ്റിയിരുന്നു ഇവിടെ നിന്നും. ശേഷം ഇന്ന് രാവിലെ കളക്ടർ അടക്കം ഈ സ്ഥലത്തെത്തി ഈ മണ്ണ് പരിശോധനയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന വിവരവുമുണ്ട്. ഇവരിൽ നിന്നും രേഖകളും മറ്റുമൊക്കെ വാങ്ങിയിട്ടുണ്ട്. മറ്റൊരു വീട് ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശത്തുള്ളവരൊക്കെയും ഇപ്പോൾ ആശങ്കയിലാണ്. ഇവിടെ ശരിയായ രീതിയിൽ നിർമ്മാണം നടത്തി താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വീടുകളും ഇത്തരത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അതിലൊരു ഉറപ്പുണ്ടാകണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്തായാലും കനാലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഹാഷ്മി, ഓക്കെ. റഹീസാണ് വാർത്തയുടെ വിവരങ്ങൾ അവിടെ നൽകിയത്. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ അങ്ങ് പൊളിഞ്ഞു വീഴുന്നത്, നേരത്തെ ആൾക്കാരെ ഒഴിപ്പിച്ചത് കാരണം വലിയ ദുരന്തം ഒഴിവായി.